നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 671st day. Today 30th sloka of Prathama Skanda 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 671 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലാഃ. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലാഃ. ഓം തത്സത്. ജ്ഞാനം ഗുഹ്യതമം യത് തത്ത് സാക്ഷാത് ഭഗവത് ഉദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സല. ദീനവത്സല എന്ന് പറഞ്ഞാൽ ദീനന്മാരിൽ വത്സലനായിട്ടുള്ളവർ, കഷ്ടപ്പെടുന്നവരിൽ കരുണയുള്ളവരായിട്ടുള്ള ആ മുനിമാർ. ജ്ഞാനം അറിവ്, ഗുഹ്യതമം അതിരഹസ്യമായിട്ടുള്ള ആ അറിവ്, ഏറ്റവും ഗുഹ്യമായിരിക്കുന്ന ആ അറിവ്. സാക്ഷാൽ ഭഗവതോദിതം സാക്ഷാൽ ആ ഭഗവാന്റെ ശ്രീനാരായണൻ തന്നെ പറയപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള അത്രയും രഹസ്യമായിട്ടുള്ള ആ അറിവ്. ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം ഭഗവാനാൽ തന്നെ പറയപ്പെട്ട. ഉദിതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതായ. സാക്ഷാത് ഭഗവത എന്നാൽ ശ്രീ നാരായണൻ തന്നെ ഗുഹ്യതമം ഏറ്റവും ഗുഹ്യമായിരിക്കുന്ന ഏറ്റവും രഹസ്യമായിരിക്കുന്ന ജ്ഞാനത്തെ അന്വവോചൻ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. കൃപയോടുകൂടി ഗമിഷ്യന്ത പോകുന്ന സമയത്ത്. ഗമിഷ്യന്ത പോകാൻ ഭാവിച്ച്. അവർ ചാതുർമാസ്യ വ്രതം കഴിഞ്ഞിട്ട് പോകാൻ ഭാവിച്ചപ്പോൾ ഗമിഷ്യന്ത പോകാൻ തുടങ്ങുമ്പോൾ കൃപയോടുകൂടി കൃപയുള്ളവരും ദീനരിൽ വത്സരന്മായിട്ടുമുള്ള അവർ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവരായ കരുണയുള്ളവരായിട്ടുള്ള ആ മഹാമുനിമാർ അവരുടെ ചാതുർമാസ്യ വ്രതം കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അനുരക്തസനും പ്രസൃതസനും അതായത് പാപം നശിച്ചവനും വിനയമുള്ളവനും ശ്രദ്ധയുള്ളവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനും അവരുടെ കൂടെ തന്നെ എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്നവനുമായിട്ടുള്ള ആ നാരദിൽ നാരദരോട് കരുണയുള്ളവനും ആ ബാലനിൽ കരുണയുള്ളവനും ആയിട്ടുള്ള ദീനന്മാരിൽ കരുണയുള്ള ആ മഹർഷിമാർ, ആ മുനിമാർ വളരെ ഗുഹ്യതമം വളരെ രഹസ്യമായിട്ടുള്ള ജ്ഞാനം അറിവ്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ അറിവ് അന്വവോചൻ ഉപദേശിച്ചു. ശ്രീനാരദർക്ക് ആ അറിവ് ഉപദേശിച്ചിട്ട് അവർ അവിടെ നിന്നും പോകുന്ന സമയത്ത് ഈ അറിവ് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 29-30 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. തന്നെ തനിക്ക് എങ്ങനെയുള്ള താൻ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ മഹർഷിമാർ പോകുമ്പോൾ തനിക്ക് രഹസ്യമായിട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഭഗവാനാൽ തന്നെ പറയപ്പെട്ടിട്ടുള്ളതായ
ഭഗവത് മഹാത്മ്യം, ഭക്തി മഹാത്മ്യം. ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുക. ഭക്തിയിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. ഇവിടെ നാരദർക്ക് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞു. ഭക്തിയിൽ നിന്നും ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള ആ ഉപദേശം, വളരെ രഹസ്യമായിട്ടുള്ള ആ ഉപദേശം നാരദർക്ക് ദീനരിൽ വത്സരന്മാരായിട്ടുള്ള അമുനിമാർ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ജ്ഞാനം ഗുഹ്യതമം യത്തത് സാക്ഷാത് ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലാഹ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.